562. അതായത് അത് നല്ലൊരു ചോദ്യമാണ്. ഞാനിതേക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിവിഷൻ പ്രോസസ്സ് ആയിട്ട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കിട്ടും. അപ്പോൾ ഈ രണ്ട് നിയമസഭയിലും ഈ കാനോനുകളുടെ എണ്ണത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. യൂസി അപ്പോൾ അതിനൊരു കാരണം ലത്തീൻ നിയമസംഹിതയിൽ കൂടുതൽ നിയമങ്ങൾ പൗരസ്ത്യ നിയമസംഹിതയുടെ ആ പുസ്തകത്തിൽ എണ്ണം കുറവും വരുന്നതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ട് എന്തായിരിക്കും കാരണം സിസ്റ്റർ? ഒരു പുസ്തകത്തിൽ കൂടുതൽ നിയമങ്ങളും മറ്റേ പുസ്തകത്തിൽ കുറച്ച് നിയമങ്ങൾ കുറയാൻ കാരണവും എന്തായിരിക്കാം കാരണം? ഈ ചോദ്യം സിസ്റ്റേഴ്സിനോടാണ്. അവർക്ക് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് ഉത്തരം പറയാൻ പറ്റും. അങ്ങനെ കൂടുതൽ കുറവ് വരാൻ കാരണം കേട്ടില്ല, പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കേൾക്കാതിരുന്ന്. അതായത് ഈ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ ഒരു കാരണം നമുക്കറിയാം. പൗരസ്ത്യ നിയമ സംഹിത 23 വ്യക്തിഗത സഭകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഓരോ സഭയുടെയും പാരമ്പര്യമനുസരിച്ച് പല കാര്യങ്ങളും അവിടുത്തെ മതപരമായിട്ടുള്ള ആ ട്രഡീഷനും സംസ്കാരവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക നിയമങ്ങൾ തയ്യാറാക്കാനായിട്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറെല്ലാം ഒരേ രീതിയാണ് അവരുടെ. പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് പൊതു നിയമസഭയിൽപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പൊതുവായിട്ടുള്ള there is a difference between common law and a particular law. So what is the difference between a common law and a particular law? CIC അല്ലെങ്കിൽ കോഡ് ഓഫ് കാനൻ ലോ ലത്തീൻ സഭയിൽ, പാശ്ചാത്യ സഭയിൽ നിയമസംഹിത is a common law for the Latins. ഇനി നമ്മുടെ കാനൻ നിയമസംഹിത പൗരസഭയിൽ ഇറ്റ് ഈസ് എ കോമൺ ലോ ഫോർ ഓൾ ദ ഈസ്റ്റേൺ ചർച്ചസ്. 23 സഭകളിലെ പൊതു നിയമസഭയാണ്, പൊതു നിയമമാണ്. ഇനി വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ ലോ ആൻഡ് പർട്ടിക്കുലർ? കോമൺ ലോ എന്ന് പറയുമ്പോൾ യു സീ ദോസ് laws legitimate customs that are common to all the churches. അതാണ് കോമൺ ലോ. You see, laws and legitimate customs. Common law is the law in which laws and legitimate customs are common. Now, particular law means particular law, അല്ലെ പ്രത്യേക നിയമം. Particular law means those laws, especially laws, customs, statutes and other norms that are not common to all the churches. I repeat, particular law means those laws, customs, statutes, statutes, statutes and other norms of law which are not common to all churches. Example, particular law of the Syro Malabar Church. Syro Malabar സഭയിൽ പ്രത്യേക നിയമം മറ്റ് സഭകൾക്ക് ബാധകമല്ല.
This particular law is common to the Syro Malabar Church alone. Syro Malabar സഭയ്ക്ക് മാത്രമാണ് ആ നിയമമുള്ളൂ. നമ്മുടെ നിയമം മലങ്കര സഭയ്ക്കോ ലഗ്നസഭയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ ലോ, particular law of the Syro Malabar Church is not common. It is not accepted by the Syro Malankara or the Latin Church. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള കോമൺ ലോ ഇവിടെയുണ്ട്. ഇനി കോമൺ അല്ലാത്ത നിയമങ്ങൾ അതാണ് പർട്ടിക്കുലർ ലോ, സ്പെഷ്യൽ ലോ. നേരത്തെ സ്റ്റാറ്റ്യൂട്ട്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. സ്റ്റാറ്റ്യൂട്ട്സ് മീൻസ് പ്രോപ്പർ laws and internal norms of a public juridic person. ജൂറിഡിക് പേഴ്സൺ നമുക്കറിയാം. വേറെ ഇത് മനസ്സിലായല്ലോ. ഈ സ്റ്റാറ്റ്യൂട്ട്സ് മീൻസ് the proper laws and internal norms of public juridic, J-U-R-I-D-I-C, juridic persons. What's the difference between physical persons and juridic persons? ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫിസിക്കൽ പേഴ്സൺസാണ്, ഓരോ വ്യക്തികളാണ് നാം ഓരോരുത്തരും. അപ്പോൾ വി ആർ ഓൾ ഫിസിക്കൽ പേഴ്സൺസ്. ഇനി വാട്ട്സ് എ ജൂറിഡിക് പേഴ്സൺ? ഉദാഹരണം പറയാം. എ പാരിഷ് ഈസ് എ ജൂറിഡിക് പേഴ്സൺ. സീറോ മലബാർ ചർച്ച് ഈസ് എ ജൂറിഡിക് പേഴ്സൺ. ദി എപ്പാർക്കി ഓഫ് പാലക്കാട് ഈസ് എ ജൂറിഡിക് പേഴ്സൺ. എപ്പാർക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ എപ്പാർക്കി എന്ന് പറയും, ലഭ്യക്കാർ ഡയോസിസ് എന്ന് പറയും. അതൊരു ടെർമിനോളജി, വാക്കുകളിലെ വ്യത്യാസം, ഒരു ടെർമിനോളജിയുടെ വ്യത്യാസമുണ്ട്. ഡിഫറെൻറ്റ് ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ലഭ്യൻ രൂപതയെ ഡയോസിസ് എന്നും പിന്നെ പൗരസ്ത്യ രൂപതകളെ എപ്പാർക്കി എന്നും പറയും. അപ്പോൾ ഡയോസിസോ അല്ലെങ്കിൽ എപ്പാർക്കിയോ ഒരു ജൂഡിക് പേഴ്സണാണ്. അപ്പോൾ ജൂഡിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം to constitute a judicial person, അല്ലെങ്കിൽ ഒരു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ ഇസ് എ ജൂഡിക് പേഴ്സൺ. മനസ്സിലായോ? നമ്മുടെ ഇടവക ജൂഡിക് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇടവകയുടെ സ്വത്ത് വികാരിച്ചൻ്റെ അല്ല, മെത്രാനിച്ചൻ്റെ അല്ല, കുറച്ച് വീട്ടുകാരുടെ അല്ല, എന്നാൽ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു നൈയാമിക വ്യക്തിയുടേതാണ്. You understand? But the parish priest represents the parish. നിയമപരമായ കാര്യങ്ങൾ, അത് സഭാപരമായ കാര്യങ്ങളാകട്ടെ സിവിൽ കാര്യങ്ങൾക്കാകട്ടെ, ഇടവകയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇൻ ഓൾ ജൂഡിക് മാറ്റേഴ്സ് ഹി റെപ്രസെൻറ്റ്സ്. അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒരു വികാരി എന്ന് പറയുമ്പോൾ ഒരു പാരിഷ് പ്രീസ്റ്റ്. വികാരിക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി 3 മാസം ലീവാണ്. അപ്പോൾ തൊട്ടടുത്ത വികാരിച്ചനെ പിതാവ് തൽക്കാലത്തിൽ ചാർജ് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഹീസ് നോൺ എസ് അഡ്മിനിസ്ട്രേറ്റർ. പാരിഷ് പ്രീസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ വികാരി എന്നുള്ള ഇതില്ല. തൽക്കാലത്തേക്ക് ഒരു അഡ്മിനിസ്റ്റർ ചെയ്യാൻ കാര്യങ്ങൾ വീഴ്ച വരാതെ ബലിയർപ്പിക്കണം, കുദാശ പരികർമ്മം ചെയ്യണം, ഇടവകയിലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം, തടസ്സങ്ങളില്ലാതെ അതിന് സഹായിക്കുക. അപ്പോൾ പുതുതായിട്ടൊന്നും ചെയ്യാം, പള്ളി പൊളിക്കാനൊന്നും പാടില്ല, അത് യോഗം കൂടാനൊന്നും വൃത്തിയില്ല. വികാരിയല്ല, മനസ്സിലായി. എന്നാൽ വികാരിയുടേതായിട്ടുള്ള അവകാശങ്ങളില്ല. എന്നാൽ അവിടെ നടത്തേണ്ട ആവശ്യങ്ങൾ വികാരിൻ്റെ അഭാവത്തിൽ ചെയ്തു കൊടുക്കാൻ മെത്രാൻ ചുമതലപ്പെടുത്തുന്ന ഒരു വൈദികൻ, അത് രൂപതയിൽ നിന്നോ തൊട്ടടുത്ത സമീപത്തെ ഇടവകളിൽ നിന്നും ചെയ്ത് കൊടുക്കുക. അപ്പം അതാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ട്രസ്റ്റ് എന്ന് പറയില്ല സാധാരണഗതിയിൽ, നമ്മുടെ റിലീജിയസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ട് പറയുക. നമ്മളൊരു സെക്യുലർ ഇത് അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോമൺ ലോ ആൻഡ് പർട്ടിക്കുലർ ലോ. അപ്പോൾ ഇത് പറയേണ്ട കാരണം എന്തോ ഒരു ചോദ്യം വന്നപ്പോഴായിരുന്നല്ലോ. എന്താണ് എന്നോട് ചോദിച്ചിട്ടൊരു ചോദ്യം?
അത് നമ്മുടെ സഭയുടെ നിയമം മറ്റു സഭകൾക്ക് അല്ല. അതായത് നമ്മുടെ സീറോ മലബാർ സഭയുടെ നിയമം സീറോ മലബാർ സഭയ്ക്ക് മാത്രമാണ്. സീറോ മലങ്കര സഭയുടെ നിയമങ്ങൾ സീറോ മലങ്കര സഭ ആ കോമൺ നമ്മുടെ നിയമസംഹിതയുണ്ടല്ലോ, അതിലുള്ള എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ബാധകമാണ്. അത് ഇല്ലാത്ത പർട്ടിക്കുലർ ലോസ് അത് അതാത് സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. 15-ാം തീയതി വലിയ ദിവസമല്ലേ? എന്താ പ്രാധാന്യം? മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അന്ന് നോമ്പില്ലേ? എത്ര നോമ്പാ? 15 നോമ്പ്. ഏതെല്ലാം നോമ്പുകളുണ്ട് നമ്മുടെ സഭയിൽ? സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം അനുസരിച്ച് സഭയുടെ പൊതു കാനൂനിൽ 597 പ്രകാരം ഫീസ്റ്റ് ഡേയ്സ്, അതുപോലെ നോമ്പ് ആയിട്ട് ഉപവാസത്തെ സംബന്ധിച്ച് പൊതു നിയമമുണ്ട്. അതിൽ നിന്ന് പർട്ടിക്കുലർ ലോ സീറോ മലബാർ സഭയിൽ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, ഇത് നമ്മുടെ പ്രത്യേക നിയമത്തിലുണ്ട് സീറോ മലബാർ. എന്നാൽ സീറോ മലങ്കര സഭയിൽ ഒരു നോമ്പ് കൂടെ കൂടുതലുണ്ട്. അവർക്കൊരു എല്ല് കൂടുതലാണ്. കറക്റ്റ്, കൺഗ്രാജുലേഷൻസ്. അവർക്ക് 13 നോമ്പെന്ന് പറഞ്ഞൊരു നോമ്പുണ്ട്. എന്ത് നോമ്പാണ് അതറിയില്ല. 13 നോമ്പെന്ന് പറയാൻ കാരണം പത്രോസ് പൗലോസ് ശ്ലീഹാന്മാരുടെ പെരുന്നാളിന് ഒരുക്കമായിട്ട് ശ്ലീഹന്മാരുടെ നോമ്പ് എന്നറിയപ്പെടുന്ന 13 നോമ്പ് എന്നൊരു നോമ്പ് പിന്നെ സീറോ മലങ്കര സഭയുടെ പൊതു പ്രത്യേക നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അത് സീറോ മലബാർ സഭയിലില്ല. അവരത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. 13 നോമ്പ്. അപ്പോൾ പൊതു നിയമങ്ങളിൽ വ്യത്യാസം കാണുന്നു, ലത്തീനും പൗരസ്ത്യനും. ഇനി പ്രത്യേക നിയമങ്ങളിൽ അത് തമ്മിൽ വ്യത്യാസം വരുന്നു. നമ്മുടെ ട്രഡീഷൻ സീറോ മലബാർ സഭയുടെ നിയമം, അവരുടെ ട്രഡീഷൻ സീറോ മലങ്കര സഭയുടെ തമ്മിൽ നോമ്പിൻ്റെ കാര്യത്തിൽ തന്നെ വ്യത്യാസം കണ്ടില്ലേ? കുർബാനയുടെ അർപ്പണ രീതിയിലും വ്യത്യാസമുണ്ട്. അവരുടെ ആരാധനക്രമം സീറോ മലങ്കര ആരാധനക്രമം അന്ത്യോക്യൻ പാരമ്പര്യത്തിലാണ്. നമ്മുടെ ആരാധനക്രമം കൽദായ പാരമ്പര്യത്തിൽപ്പെട്ട പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഈ സിറിയൻ ഏകദേശം സാമ്യമുണ്ട്. ഓർത്തഡോക്സ് സഭ, അതുപോലെ ഓർത്തഡോക്സ് സഭയിൽ 2 തരമുണ്ട്. ഓർത്തഡോക്സ് സിറിയനുണ്ട്, സിറിയൻ ഓർത്തഡോക്സ് ഉണ്ട്. സിറിയൻ ഓർത്തഡോക്സ് പറഞ്ഞാൽ യാക്കോബായ സഭ, മലങ്കര യാക്കോബായ. ഓർത്തഡോക്സ് സിറിയൻ എന്ന് പറഞ്ഞാൽ വീണ്ടും മെത്രാൻ കക്ഷിയും ബാബ കക്ഷിയും കേട്ടിട്ടുണ്ടല്ലോ. തർക്കങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. അടിയും ഇടിയും തൊഴിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് ആ രീതിയിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരു എതിർ സാക്ഷ്യം നൽകുകയാണ്. നിയമങ്ങളും വകുപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ഈ നിയമങ്ങളൊക്കെ? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റ് മാനവിക ആത്മീയ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളൊക്കെ. എവിടെ സ്നേഹം, എവിടെ സമാധാനം? പണ്ടൊരു വിചാരിച്ചൻ ഞായറാഴ്ച കുർബാനയ്ക്ക് സമാധാനം, ഈ ഇടവകയിലെ എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. കുർബാന കഴിഞ്ഞപ്പോൾ ഏതൊരു അച്ഛൻ പറഞ്ഞപ്പോൾ, അച്ഛാ നമ്മുടെ കുർബാന തക്സയിൽ അങ്ങനെയൊന്നുമില്ലല്ലോ, സമാധാനം നിങ്ങളോട് കൂടി എന്തിനീ ഇടവകയിലെ എല്ലാ വീടുകൾക്കും സമാധാനം ഉണ്ടായിരുന്നു? എൻ്റെ അച്ഛ ഒരു വീട്ടിലും സമാധാനം ഇല്ല. അപ്പം അച്ഛൻ ചോദിക്കും, അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ വീട്ടിലേക്ക് എത്തി കാണുമല്ലേ, ഇപ്പോൾ എല്ലാ വീട്ടിലും സമാധാനമായി കാണും. അപ്പോൾ എന്ത് സമാധാനം അല്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രത്യേകതകൾ. അപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ നോക്കൂ. ഒരു സഭ നേരത്തെ 2 ശ്വാസകോശങ്ങൾ, ഒരു ഹൃദയം, 2 അറകൾ എന്ന് പറയുന്ന പോലെ 2 നിയമസംഹിതകൾ, ലത്തീനും പൗരസ്ത്യവും. ഇനി പല പ്രത്യേക നിയമങ്ങൾ, പല സഭകൾക്കും പല നിയമങ്ങൾ. അത് നമ്മുടെ ഇന്ത്യയിലായതുകൊണ്ട് ഭാരതീയ സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയുക വി സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ്, മാർത്തോമ നസ്രാണികൾ. ഈ ക്രിസ്ത്യൻ ഇൻ റിലിജ്യൻ, മതം ക്രൈസ്തവം ആണ്.
ക്രിസ്ത്യാനികളാണ് നാം എല്ലാവരും. ആരാധനക്രമം പൗരസ്ത്യമാണ്, ഈ സിസറിയൻ ലിറ്റർജി. ഇനി നമ്മുടെ സംസ്കാരം അത് ഭാരതീയമാണ്. മീൻസ് വി ആർ ക്രിസ്ത്യൻ ഇൻ റിലിജൻ, വി ആർ ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്, ആൻഡ് വി ആർ ഇന്ത്യൻ ബൈ കൾച്ചർ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്ലാസിഡ് പൊടിപ്പാറച്ചനാണ് അത് കൃത്യമായിട്ടന്ന് വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി. വലിയൊരു സഭാ പണ്ഡിതൻ ആയിരുന്നു ഈ പ്ലാസിഡ് പൊടിപ്പാറ അച്ഛൻ. യെസ്, യാ. So we are Christian in religion. We are Christian in religion. Oriental in worship. Oriental in worship and Indian in culture. And Indian in culture. Yeah. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക, അപ്പോൾ നമ്മൾ ആ വ്യതിരിക്തതകൾ, ഇപ്പോൾ നമുക്ക് തന്നെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പാരമ്പര്യം. ഇപ്പോൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് മൂത്ത മകൻ മാറി താമസിക്കുന്നത് സങ്കല്പിക്കുക. ഞാൻ ഓർക്കുന്നു, ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ ഒരു പുതിയ വീടിന് കല്ലിടാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഒരു വീട് പറഞ്ഞു. ഞാൻ കല്ലിടുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ വീട് പണി കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കല്ലിടില്ല. സൂചന. അപ്പോൾ എന്നാണ് വെഞ്ചിരിപ്പ് തീയതി കൂടെ ഒന്നിപ്പോൾ പറഞ്ഞാൽ എഴുതി വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ കഴിയുന്ന ഒരാളുകൾ എങ്ങനെയാണ് പണി തീർക്കും? വെഞ്ചിരിപ്പിന് ക്ഷണിച്ച് പോകാനും സമയത്ത്, വെഞ്ചിരിപ്പിന് പോകുന്ന സമയത്ത് അവിടെ എത്താറായപ്പോൾ ഞാൻ കാണുന്നത് തറവാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, തൊട്ട് ഒരു 10 അടി അമ്മ, മൂത്ത മകൻ്റെ അമ്മ, പിന്നെ ഒരു അലുമിനിയം കലത്തിൽ തിളപ്പിക്കാനുള്ള പാല് എടുത്ത് അത് മൂടി നിറഞ്ഞ കണ്ണുകളോടെ തറവാട്ടിൽ നിന്ന് മോൻ്റെ വീട്ടിലേക്ക്, അടുക്കളയിലേക്ക് ഇത് കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നു. നല്ല കുടുംബമാണ് കേട്ടോ, അവർ വഴക്കോ വിഷമമൊന്നുമില്ല. പക്ഷെ മകനും കുടുംബവും തറവാട്ടിൽ നിന്നങ്ങ് വിട്ട് മാറി അങ്ങ് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്തതാണ് താമസിക്കുന്നെങ്കിലും ഒരു ചോരയല്ലേ, ഒന്നിച്ച് കഴിഞ്ഞത് എങ്ങനെ കഴിഞ്ഞതാ, ഇപ്പോൾ 2 ആയില്ലേ ഈസി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സുറിയാനി പാരമ്പര്യമായിരുന്നു പണ്ട് കുർബാനയൊക്കെ. ഈസി നിങ്ങളോർക്ക് സുറിയാനി കുർബാന ചിലത് ഓർക്കുന്നില്ലേ? അതുപോലെ ലത്തീനിലായിരുന്നു ലത്തീൻ കുർബാന. ഇന്നിപ്പോൾ പ്രാദേശിക ഭാഷകളിലേക്ക് അതെല്ലാം മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതികൾ, അപ്പോൾ ആ തറവാട് ആയിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുന്നു. അപ്പോൾ എങ്കിലും പിന്നെ വ്യതിരിക്തത, ആ ഇൻഡിവിജ്വാലിറ്റി, ആ സ്വയാധികാരം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയല്ലോ. ഇനിയിപ്പോൾ ഇവിടെയും ഭക്ഷണം, ഇവിടെ വേറെ അടുപ്പ് ഇവിടെയും കത്തിക്കണം, ഇവിടുത്തെ ചുറ്റുപാടും ചേർന്ന് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഇന്ന് വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ നമുക്കറിയാമോ, ഈ 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടം കേരള കത്തോലിക്കാ സഭ, അത് ലത്തീനാകട്ടെ, സീറോ മലബാറാകട്ടെ, സീറോ മലങ്കര ആകട്ടെ, കേരള സഭ നവീകരണ വർഷ കാലഘട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള സഭ നവീകരണ വർഷ കാലഘട്ടം. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് കേരളത്തിൽ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതി ഒരു സിംപോസിയം നടത്തി. അതെന്താണ്? കുടുംബ നവീകരണം, ചലഞ്ചസ് എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. കുടുംബം എന്നുള്ള ആ സ്ഥാപനം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെതിരെയുള്ള വെല്ലുവിളികൾ ഇന്ന് ഭയങ്കരമാണ്. കുടുംബ വെല്ലുവിളികൾ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പോൾ കുടുംബത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും അതും ഈ നിയമങ്ങളിലുണ്ട്.
ഈ പിന്നെ തക്ക കാരണങ്ങളാൽ ഒരു വിവാഹം അസാധുവാക്കാനുള്ള നിയമങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ അസാധുവാക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയറൽ ലോസ് നമുക്കുണ്ട്. എന്നാൽ സിവിൽ ലോയിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ്, കുറ്റവും ശിക്ഷയും ഇതൊക്കെയുണ്ട്. നമ്മുടെ നിയമങ്ങളിൽ 2 നിയമസഭകളിലും കുറ്റവും ശിക്ഷയുണ്ട്. ശിക്ഷിക്കാൻ മടിയാണ്, ശിക്ഷിക്കണ്ടേ? പക്ഷേ ഈയിടെ ഒരു സംഭവമുണ്ട്. ഒരു മാസം മുൻപ് താമരശ്ശേരി രൂപതയിലൊരു മെത്രാൻ അവിടുത്തെ ഒരു വൈദികനെ സസ്പെൻഡ് ചെയ്തു. കുർബാന അർപ്പിക്കാനോ പൗരോഹിത്യത്തിൻ്റെ മറ്റ് കടമകൾ നിർവഹിക്കാനോ വിലക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അതിന് കയ്യിലിരിപ്പുണ്ട. അദ്ദേഹം അവിടുന്ന് പോന്ന് മാറ്റം, ഒരു പള്ളിക്ക് മാറ്റം കൊടുത്തപ്പോൾ അതൊരു നിയമാനുസൃതമാണ്. ഒരു പള്ളിക്ക് സ്ഥലമാറ്റം. അങ്ങനെ ഇടവക്കാർ പുതിയ പള്ളിക്ക് അച്ഛനെ കൊണ്ടുവന്നാക്കാൻ കൊണ്ടുപോകുന്നു. പകുതി ദൂരമായപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിക്കോ കേട്ടോ, ഞാൻ വേറൊരു വഴിക്ക് പോവുക. പുതിയ പള്ളി പോയി ചാർജ് എടുത്തില്ല. എങ്ങനെയുണ്ട് കയ്യിൽ? എന്നിട്ടിപ്പോൾ വിമത കൂട്ടത്തിൽ നിന്നുകൊണ്ട് സഭയെയും സഭാധികാരികളെയും വിമർശിച്ച് അവരെ മാനസാന്തരപ്പെടുത്താൻ അദ്ദേഹമായിട്ട് ചർച്ച തുടർന്നും കൂട്ടാക്കിയില്ല. പിന്നെ പുകഞ്ഞു കൊള്ളി പുറത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സസ്പെൻഷൻ അത് നിയമാനുസൃതം നമ്മുടെ നിയമസംഹിതയിലെ വകുപ്പ് അനുസരിച്ചാണ്. മനസ്സിലാ? കുറ്റവും ശിക്ഷയും ഒക്കെ ഇപ്പോൾ പണ്ട് ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. 20 വർഷവും അതിനു മുമ്പും വേറെ രീതികൾ പലതുണ്ട്. കർശനമായ നടപടി ഏതിൽ? നമ്മുടെ ഈ കാനൂൻ ലോയിൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇപ്പം 1542 പിന്നെ കാനൂനുകൾ പറഞ്ഞല്ലോ. എല്ലാ വകുപ്പും ഉണ്ട് അതിനകത്ത്. ഏതെങ്കിലും വകുപ്പ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഉചിതമായ ശിക്ഷയ്ക്കുള്ള വകുപ്പുമുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക ക്രമക്കേട്, വേണ്ട ആലോചന നടത്താതെ വിൽപ്പന നടത്തി കാര്യങ്ങൾ അതങ്ങനെ അതിൽ കളവ് ചെയ്ത ഒരാൾ സഭയിലുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ, അതുമല്ല എങ്കിൽ കയ്യേറ്റം ചെയ്തു. ഒരു വിശ്വാസി വൈദികനെ കയ്യേറ്റം ചെയ്തു, അല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരാൾ കയ്യേറ്റം ചെയ്തു, മെത്രാന് കയ്യേറ്റം ചെയ്തു. അതുമല്ല എങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് അല്ലെങ്കിൽ മാർപ്പാപ്പയെ ഒരാൾ വെടിവെച്ചില്ലേ? 81 വെടിവെച്ചു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ നിയമങ്ങളുണ്ട്. സിവിൽ നിയമങ്ങൾ അത് വേറെ. മാർപ്പാപ്പയെ അതിക്രമിച്ച അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പക്ഷെ മാർപ്പാപ്പ സുഖം പ്രാപിച്ചു വന്ന് ജയിലിൽ ചെന്ന് അദ്ദേഹത്തെ അതിന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ തെറ്റ് ക്ഷമിച്ചു. മാർപ്പാപ്പ ക്ഷമിച്ചെങ്കിലും അദ്ദേഹം ചെയ്ത ദ്രോഹം അത് സമൂഹത്തിന് ഏറ്റവും മുറിവാണ്. മാർപ്പാപ്പ എന്ന് പറയുന്നത് ഈസ് എ പബ്ലിക് പേഴ്സൺ. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്രമിച്ചതിൽ ആ മുറിവ് സഭാഗാത്രത്തിന് ഏറ്റവും മുറിവാണ്. മനസ്സിലായി? അപ്പോൾ ഈ മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് ക്ഷമിച്ചെങ്കിലും ക്ഷമ മാത്രം പോരല്ലോ. അപ്പോൾ ആയതുകൊണ്ട് ആനുപാതികമായ ശിക്ഷയ്ക്കും ഈ നിയമത്തിൽ പ്രൊവിഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ചെറുക്ക് പോകാം. നമുക്ക് വീണ്ടും കാണാം. 1500 ഞാൻ പറഞ്ഞ 62 എന്നായിരിക്കും. 62, മറ്റത് 42. ഓക്കെ, കൊള്ളാം. ഇത് പൗരസ്ത്യ നിയമസംഹിത 1562, മറ്റത് 1742. കൊള്ളാം. നാളെ നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഒരു ഡിസ്കഷന് വേണ്ടി ഒരു പ്രത്യേക കാനോന ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് ദ ചാലഞ്ചസ്, അത് വിവാഹമെന്ന കൂതാശയായിട്ട് ബന്ധപ്പെട്ട ഒരു കാനോന 776. അപ്പോൾ അത് വിചാരിച്ചൻ
അച്ഛൻ നിങ്ങൾക്ക് നൽകും. അപ്പോൾ അത് ചാൻസ് നിങ്ങൾ എഴുതാനുള്ളൊക്കെ എഴുതി അച്ഛൻ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ.